السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. عن عبد الله بن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال: لا يدخل الجنة من كان في قلبه مثقال ذرة من كبر. فقال رجل: إن الرجل يحب أن يكون ثوبه حسنا ونعله حسنة. قال: إن الله جميل يحب الجمال. الكبر بطر الحق وغمط الناس. رواه مسلم. عن عبد الله بن مسعود رضي الله عنه. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. ഖാല, നബി തങ്ങൾ പറയുന്നു: ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, യാതൊരു തന്റെ ഹൃദയത്തിൽ അണുമണിത്തൂക്കം അഹങ്കാരമുണ്ടോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫഖാല റജുലുൻ, ഇത് കേട്ട് ഒരാൾ ചോദിച്ചു: ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസന, ഒരാൾ തന്റെ വസ്ത്രവും തന്റെ ചെരുപ്പും സുന്ദരമാകണമെന്ന് ആഗ്രഹിക്കുന്നു, അയാളെക്കുറിച്ച് എന്തു പറയുന്നു? ഖാല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുന്ദരനാണ്, അല്ലാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. അൽ കിബ്റു ബതറുൽ ഹഖ് വഗംതുൻ നാസ്, അഹങ്കാരം എന്ന് പറയുന്നത് സത്യം ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതിരിക്കലും ജനങ്ങളെ നിന്ദിക്കലുമാണ്. ഇമാം മുസ്ലിം തങ്ങളുടെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് അഹങ്കാരം കൊണ്ട് നമുക്ക് പരലോകത്തുണ്ടാകുന്ന പരാജയമാണ് ബോധ്യപ്പെടുത്തുന്നത്. അല്പമെങ്കിലും അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ അഹങ്കാരം എന്താണ് എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് തങ്ങൾ പറഞ്ഞത്: ബതറുൽ ഹഖി വഗംതുൻ നാസ്. ഒന്നാമത് പറഞ്ഞത് ബതറുൽ ഹഖ്, സത്യം ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതിരിക്കുക. രണ്ടാൾക്കിടയിൽ സംവാദം നടക്കുകയാണ്, അല്ലെങ്കിൽ തർക്കം നടക്കുകയാണ്. സത്യം എന്താണ് എന്ന് ബോധ്യപ്പെട്ടു, എന്നിട്ടും അത് അംഗീകരിക്കാതിരുന്നാൽ അത് അഹങ്കാരമാണ്. രണ്ടാമത്തെ കാര്യം ഗംതുന്നാസ്, ജനങ്ങളെ നിന്ദിക്കുക, ജനങ്ങളെ നിസ്സാരമാക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിയെ അപമാനിക്കുക, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അഹങ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ സഹാബിവരൻ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഹങ്കാരി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി വര്യൻ ചോദിച്ചു: അല്ലാഹുവിന്റെ റസൂലെ, ഒരാൾ വസ്ത്രം, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ഇഷ്ടപ്പെടുന്നു, അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത്: ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല സുന്ദരനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകാശം നിറഞ്ഞവനാണ്, അവൻ സൗന്ദര്യത്തിന്റെ സ്രഷ്ടാവാണ്, മഹാത്മ്യമുള്ളവനാണ്. ഇങ്ങനെ പല അർത്ഥങ്ങളും അതിന് ഹദീസ് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വസ്തുക്കളെയും സൗന്ദര്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ചും മനുഷ്യനെ തന്റെ സൃഷ്ടികളിൽ ഏറ്റവും സുന്ദരനാക്കി. എന്നാൽ ഈ സൗന്ദര്യത്തിന്റെ ഭാഗമായി അല്ലാഹു നൽകിയ അനുഗ്രഹം, അത് അള്ളാഹുവിന്റെ നിഅമത്ത് വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരാൾ നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ചെരുപ്പ് ധരിക്കുകയും ചെയ്താൽ അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നാൽ ജനങ്ങളുടെ മുന്നിൽ വലിയവരാവണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ധരിക്കുന്നതെങ്കിലോ അത് അഹങ്കാരവുമാണ്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞിട്ടുണ്ട്: തിൽകദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ആ അന്തിമ ഭവനം, അതായത് സ്വർഗം, നജ്അലുഹ, നാം അത് നിശ്ചയിക്കുന്നു, ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ വലിയവരാവണം എന്ന ഉദ്ദേശമില്ലാത്തവർക്ക്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണം എന്ന ഉദ്ദേശമില്ലാത്തവർക്ക്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും വിനയം തെരഞ്ഞെടുക്കുക, അഹങ്കാരം പൂർണ്ണമായും വെടിയുക.
അത് നമ്മുടെ പരലോക വിജയത്തിന് അത്യാവശ്യമാണ്. അള്ളാഹു നമുക്ക് വിനയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم صل على سيدنا ومولانا